നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റമദാന് ചൊവ്വാഴ്ച തുടക്കം. സംസ്ഥാനത്ത് നിന്ന് 5692 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,417 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജില്ലയിൽ തിങ്കളാഴ്ച 612 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 596 പേർക്കും 15 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധ. കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. വിശദമായ വാർത്തകളിലേക്ക്. വിശുദ്ധ റമദാന് ചൊവ്വാഴ്ച തുടക്കം. കോഴിക്കോട് കാപ്പാടം വെള്ളയിലും മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച റമദാൻ 1 വിവിധ ഖാദിമാർ പ്രഖ്യാപിച്ചു. വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. സംസ്ഥാനത്ത് നിന്ന് 5692 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,417 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53%. കഴിഞ്ഞ ദിവസങ്ങളിലായി 11 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4794 സംസ്ഥാനത്ത് നിന്ന് 5692 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 1010, എറണാകുളം 779, മലപ്പുറം 612, കണ്ണൂർ 536, തിരുവനന്തപുരം 505, കോട്ടയം 407, ആലപ്പുഴ 340, തൃശൂർ 320, കൊല്ലം 282, കാസർഗോഡ് 220, പാലക്കാട് 206, ഇടുക്കി 194, പത്തനംതിട്ട 148, വയനാട് 133 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,417 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 11 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4794. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 188 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. 5088 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 393 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 2474 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,75,856 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 12 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 403 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ തിങ്കളാഴ്ച 612 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 596 പേർക്കും 15 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധ. 253 പേർക്കാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ ഇന്ന് രോഗമുക്തമായത്. ജില്ലയിൽ തിങ്കളാഴ്ച 612 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 596 പേർക്കും 15 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധ. രോഗബാധ സ്ഥിരീകരിച്ചതിൽ ഒരാൾ വിദേശ രാജ്യത്ത് നിന്ന് ജില്ലയിലെത്തിയതാണ്. 253 പേർക്കാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ ഇന്ന് രോഗമുക്തിയുണ്ടായത്. ഇവരുൾപ്പെടെ 1,23,870 പേരാണ് ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായത്. ജില്ലയിൽ ഇപ്പോൾ 19,777 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 3,046 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് എല്ലാവരും ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. രോഗലക്ഷണങ്ങളുള്ളവർ അക്കാര്യം മറച്ചുവെക്കാൻ ശ്രമിക്കരുത്. കോവിഡ് 2ാം തരംഗം പ്രതിസന്ധിയേറ്റുമ്പോൾ ഇക്കാര്യത്തിൽ അനാസ്ഥ പാടില്ല. കോവിഡ് സ്ഥിരീകരിച്ചവരുമായി എന്തെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായവർ വീടുകളിൽ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഈ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ജില്ലാ കളക്ടർ ആവർത്തിച്ചു പറഞ്ഞു. കോവിഡ് രോഗബാധിതരുടെ എണ്ണം ജില്ലയിൽ കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. ഞായറാഴ്ച ജില്ലയിൽ 778 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ തിങ്കളാഴ്ച 612 പേർ പോസിറ്റീവായി. ഒരാഴ്ച മുമ്പ് വരെ മുന്നിൽ താഴെ നിന്നിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഞായറാഴ്ച 13.77%, തിങ്കളാഴ്ച 18.2% ഉയർന്നു. ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗം അതിവേഗം ഉണ്ടാവുന്നു എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ജില്ലയിൽ 19,777 പേർ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് എല്ലാവരും ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. RT-PCR ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. രാത്രി 9 മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള എല്ലാ കടകളും അടച്ച് സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. റെസ്റ്റോറന്റുകളിൽ പാർസൽ പ്രോത്സാഹിപ്പിക്കണം. 50% സീറ്റുകളിൽ മാത്രം ആളുകളെ അനുവദിച്ച് തിരക്ക് കുറയ്ക്കാൻ സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. സെക്ടറൽ മജിസ്ട്രേറ്റുമാർ മുഖേന കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കും.
60 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും നിർബന്ധമായും വീടുകളിൽ തന്നെ കഴിയണം. ബസ്സുകളിൽ തിരക്ക് നിയന്ത്രിക്കുകയും യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. കടകൾ, ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം. സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും പഞ്ചിങ് പാടില്ല. മെഗാ സെയിൽ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നിവ നിയന്ത്രിക്കണം. അത്യാവശ്യമായ യോഗങ്ങൾ ഓൺലൈനായി നടത്താം. ഇൻഡോർ യോഗങ്ങളിൽ പരമാവധി 100 പേരെയും ഔട്ട്ഡോർ യോഗങ്ങളിൽ 200 പേരെയും മാത്രമേ പങ്കെടുക്കാൻ അനുവദിക്കൂ. ആശുപത്രി സന്ദർശനം ഒഴിവാക്കുകയും രോഗികൾ പരമാവധി ഇ-സഞ്ജീവനി സൗകര്യം പ്രയോജനപ്പെടുത്തുകയും വേണം. ബീച്ചുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും 5 മണിക്ക് ശേഷം സന്ദർശകരെ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടവർ നിർബന്ധമായും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. ഉത്സവങ്ങൾ മിതമായ രീതിയിൽ മാത്രം ആഘോഷിക്കാൻ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളുമായി ഇടപെടുന്ന ഓഫീസുകളിലെ ജീവനക്കാർ ഒരാഴ്ചക്കകം തന്നെ കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ 5 ദിവസം കഴിഞ്ഞ് നിർബന്ധമായും RT-PCR ടെസ്റ്റ് ചെയ്യണം. പ്രതിദിനം കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് വാക്സിനേഷൻ ദ്രുതഗതിയിൽ ജില്ലയിൽ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത് 3,44,000 പേരാണ്. ജില്ലയിൽ ഇതുവരെ വാക്സിനേഷൻ സ്വീകരിച്ചത് 3,40,400 പേരാണ്. 3,10,000 പേർക്ക് ആദ്യ ഡോസും 29,000 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ പ്രവർത്തിച്ചവർക്കുമാണ് രണ്ടാം ഘട്ട വാക്സിൻ നൽകിയത്. ബാക്കിയുള്ളവർക്ക് രണ്ടാം ഘട്ട വാക്സിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഇതുവരെ വാക്സിൻ എടുത്തവരിൽ 2,32,000 പേർ 45 വയസ്സിനു മുകളിലുള്ളവരാണ്. ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് 45 വയസ്സിനു മുകളിൽ പ്രായമുള്ള 11 ലക്ഷം പേർക്ക് ജില്ലയിൽ കോവിഡ് വാക്സിൻ നൽകേണ്ടി വരും. മെയ് പകുതിയോടുകൂടി തന്നെ ഇവർക്കെല്ലാം വാക്സിൻ നൽകാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ജില്ലയിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ വേഗത്തിലാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. ദിവസേന 15,000 മുതൽ 18,000 പേർക്ക് വരെ വാക്സിൻ നൽകി വരുന്നുണ്ട്. 110-ൽ അധികം സർക്കാർ സെന്ററുകളിലൂടെയും 27 സ്വകാര്യ ആശുപത്രികളിലൂടെയും 4 മൊബൈൽ യൂണിറ്റുകളിലൂടെയും ഇതിനു പുറമെ അതത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ മെഗാ ക്യാമ്പുകളും സംഘടിപ്പിച്ച് കൂടുതൽ ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കോവിഡ് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് 45 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കാണ്. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. കൃത്യമായ ലക്ഷ്യബോധത്തോടെ കോവിഡ് പ്രതിരോധം നടപ്പാക്കാനും ആൾക്കൂട്ടം ഒഴിവാക്കാനും ചീഫ് സെക്രട്ടറി VP ജോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായും കളക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 13 രാവിലെ 11:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മേലധ്യക്ഷന്മാരുടെ യോഗം കളക്ടറേറ്റിൽ ചേരും. വിശുദ്ധ റമദാനെ വരവേറ്റ് വിശ്വാസികൾ. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആരാധനാലയങ്ങളിലും വീടുകളിലും ശുചീകരണ പ്രവർത്തികളടക്കം പൂർത്തിയാക്കിയിരുന്നു. വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും ആരാധനാലയങ്ങളിലും വീടുകളിലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ റമദാൻ അടച്ചിടൽ കാലമായതിനാൽ പള്ളികളിലെ നോമ്പുതുറയും തറാവീഹ് നമസ്കാരങ്ങളും പ്രാർത്ഥനകളുമെല്ലാം മുടങ്ങിയത് വിശ്വാസികൾക്ക് നൊമ്പരമായിരുന്നു. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകിയതോടെ പള്ളികളെല്ലാം സജീവമാകുകയായിരുന്നു. ഷാബാൻ പിറന്നതോടെ വിശ്വാസി ഭവനങ്ങൾ പ്രത്യേകം ശുദ്ധീകരിച്ച റമദാനായി ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളികളിലെല്ലാം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഖുർആൻ പ്രഭാഷണം, ബദർ സ്മൃതി, കുടുംബ സഭ, ഹദീസ് പഠനം, ഇഫ്താർ കിറ്റ് വിതരണം എന്നിവ റമദാൻ കാലങ്ങളിൽ സജീവമാകും. പല വ്യഞ്ജന കടകളിലും പച്ചക്കറി കടകളിലെല്ലാം തിരക്കേറി. വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങളും വിപണിയിലെത്തിയിട്ടുണ്ട്. കോവിഡ് മൂലം മന്ദഗതിയിലായ വിപണിക്ക് റമദാൻ കാലം ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കഴിഞ്ഞ തവണ കോവിഡ് രൂക്ഷമായതിനാൽ വിപണിയിൽ വൻ നിയന്ത്രണങ്ങളായിരുന്നു. പകൽ നിശ്ചിത സമയമാണ് തുറക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. ഇക്കുറി ഇതിനെല്ലാം ഇളവുകൾ ഉള്ളതിനാൽ വ്യാപാരം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കച്ചവടക്കാർ. പ്രിയമുള്ള മുനിങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും മാസമായി വിശ്വാസികൾ റമദാനിനെ വരവേൽക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് അടുക്കുവാനുള്ള പരമാവധി ശ്രമങ്ങൾ വിശ്വാസികൾ നടത്തുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുന്ന മാസം എന്ന് ഒരർത്ഥത്തിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഏത് മദ്യപാനിക്കും, ഏത് ക്രിമിനൽ കുറ്റവാളിക്കും
ദൈവത്തിന് എതിരായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിതം ഇരുട്ടിലേക്ക് തള്ളി വീഴ്ത്തപ്പെട്ടവർക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബയിലൂടെ പാപമോചനം നൽകി അവൻ്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് രാജകീയമായ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന പുണ്യമായ മാസമാണ് വിശുദ്ധമായ റമളാൻ. ആര്യടൻ ഷൗക്കത്തിന്റെ DCC പ്രസിഡന്റ് സ്ഥാനം തെറിച്ചു. പകരം VV പ്രകാശ് തന്നെ DCC പ്രസിഡന്റായി ചുമതലയേറ്റു. താൽക്കാലിക പ്രസിഡന്റുമാർ സ്ഥാനമൊഴിഞ്ഞ് മുൻ പ്രസിഡന്റുമാർ തന്നെ ചുമതലയേൽക്കണമെന്ന KPCC സർക്കുലർ ഇറക്കി. മത്സരരംഗത്തുള്ള DCC പ്രസിഡന്റുമാരുടെ പകരമാണ് താൽക്കാലിക പ്രസിഡന്റുമാർക്ക് ചുമതല നൽകിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്ന ആര്യാടൻ ഷൗക്കത്ത് സ്ഥിരം നിയമനമെന്ന നിലയിലാണ് DCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. സീറ്റ് ലഭിക്കാതിരുന്ന ഷൗക്കത്തിനെ അനുരഞ്ജനത്തിന്റെ ഭാഗമായാണ് DCC പ്രസിഡന്റായി നിയമിച്ചതും. എന്നാൽ മത്സരരംഗത്തുണ്ടായിരുന്ന DCC പ്രസിഡന്റുമാർ തിരികെ ചുമതല ഏറ്റെടുക്കണമെന്ന KPCC നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഷൗക്കത്തിന്റെ അധ്യക്ഷസ്ഥാനം തെറിച്ചത്. കൊല്ലം, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരുന്നത്. ഇവിടങ്ങളിൽ താൽക്കാലിക ചുമതല നൽകപ്പെട്ട സീനിയർ നേതാക്കന്മാരുടെ കാലാവധി 12 മുതൽ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സർക്കുലർ ഇറക്കി. ഇതനുസരിച്ച് ഇവിടങ്ങളിലെല്ലാം പഴയ DCC അധ്യക്ഷന്മാരായിരിക്കും ഇനിയും പാർട്ടി നിയന്ത്രിക്കുക. നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി VV പ്രകാശിനെ പ്രഖ്യാപിച്ച ശേഷമാണ് ആര്യാടൻ ഷൗക്കത്തിനെ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചത്. എന്നാൽ കേവലം 20 ദിവസത്തിനു ശേഷം ഷൗക്കത്ത് ഉൾപ്പെടെ താൽക്കാലിക DCC പ്രസിഡന്റുമാരായ 5 പേരെ KPCC പ്രസിഡന്റ് നീക്കം ചെയ്യുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും മുമ്പ് തന്നെ ഷൗക്കത്തിന്റെ സ്ഥാനം തെറിച്ചത് ആര്യാടൻ ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. VV പ്രകാശ് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചാലും DCC പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരാനാണ് സാധ്യത. 2016 തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച ആര്യാടൻ ഷൗക്കത്ത് പാർട്ടി ഒരിക്കൽ കൂടി അവസരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ജില്ലയിൽ സജീവമായിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഷൗക്കത്തിന് തിരിച്ചടിയാകും. പ്രായാധിക്യം പോലും അവഗണിച്ച് മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ VV പ്രകാശിനായി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആര്യാടൻ മുഹമ്മദിനടക്കം KPCC നേതൃത്വം നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്നാണ് ഈ സൂചന നൽകുന്നത്. ഒരു ഇടവേള. തിരൂരിലെ വ്യാപാര കേന്ദ്രങ്ങളെ സജീവമാക്കി റമദാൻ വ്രതവും വിഷുവും ഒന്നിച്ചെത്തി. വിപണിയിൽ തിരക്കേറിയതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് അടക്കം വഴിയിൽ കുടുങ്ങി. യാത്രക്കാർ മണിക്കൂറുകളോളമാണ് പൊരുവയിലിൽ കുടുങ്ങുന്നത്. റമദാൻ വ്രതവും വിഷുവും ഒന്നിച്ചെത്തിയതോടെ തിരൂരിൽ വിപണന കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട യാത്രക്കാർ മണിക്കൂറുകളോളം പൊരുവയിലിൽ കുടുങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ബുധനാഴ്ച ആരംഭിക്കുന്ന റമദാൻ വ്രതവും വിഷുവും ഒന്നിച്ചെത്തിയതോടെ തിരൂരിലെ മിക്ക വിപണന കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴം, പച്ചക്കറി മാർക്കറ്റുകൾ, തുണിക്കടകൾ, പടക്കക്കടകൾ എന്നിവകളെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതേസമയം അനിയന്ത്രിതമായ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളമാണ് യാത്രക്കാർ പൊരുവയിലിൽ വീർപ്പുമുട്ടിയത്. പൂങ്ങോട്ടുകുളം മുതൽ പയ്യനങ്ങാടി വരെ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ്. ബസ് സ്റ്റാൻഡിലെ ബൈപ്പാസ് റോഡിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്ത ഉടമസ്ഥൻ മുങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് ഈ ഭാഗങ്ങളിലും രൂക്ഷമായി. വേനൽച്ചൂടിന് ആശ്വാസമേകിയ ചെറുനാരങ്ങയ്ക്കും വില കൂടുന്നു. വേനൽച്ചൂട് കടുത്തതോടെ ചെറുനാരങ്ങയ്ക്ക് ഇരട്ടിയോളമാണ് വില കൂടിയത്. കിലോയ്ക്ക് 50 രൂപ വരെ വിലയുണ്ടായിരുന്ന ചെറുനാരങ്ങ വില 120 രൂപയിലെത്തി. ചൂട് കൂടി തുടങ്ങിയതോടെയാണ് വിപണിയിൽ ചെറുനാരങ്ങയുടെ വിലയ്ക്കും ചൂട് പിടിച്ചു തുടങ്ങിയത്. വഴിവക്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ചിരുന്ന ചെറുനാരങ്ങ ഇപ്പോൾ വിലയിലെ രാജാവാണ്. ഇരട്ടിയിലധികമാണ് നാരങ്ങയ്ക്ക് വില വർദ്ധിച്ചത്. കഴിഞ്ഞ ആഴ്ച വരെ കിലോയ്ക്ക് 50 രൂപ നിരക്കിലായിരുന്നു ചെറുനാരങ്ങ കച്ചവടം ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത് 120 രൂപ വരെ എത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് പ്രധാനമായും ചെറുനാരങ്ങ എത്തുന്ന തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വിലവർദ്ധനവിന് കാരണമെന്നാണ് നിഗമനം. റമദാൻ വ്രതാരംഭം ആരംഭിക്കാനിരിക്കെ ഈ ദിവസങ്ങളിൽ ചെറുനാരങ്ങയ്ക്ക് ആവശ്യക്കാരേറും. അതിനാൽ തന്നെ വില വീണ്ടും ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ.
ഏറ്റുമുട്ടൽ. ചാക്ക് ഒന്നിച്ചെടുക്കുമ്പോഴും വിലയിൽ മാറ്റം വരുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നാരങ്ങക്ക് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്. നാരങ്ങ വെള്ളത്തിനാണ് ഇപ്പോൾ കൂടുതൽ ഇതുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നാരങ്ങ ഇപ്പോൾ ഒരു 1-2 മാസം മുമ്പ് കിലോ 40 ഉറുപ്പ്യ ഉള്ളൂ. ഇപ്പോൾ 100-120 ഉറുപ്പ്യയായി. അതുകൊണ്ട് നാരങ്ങൻ്റെ വിലയിൽ നമുക്ക് ഭയങ്കര ആശങ്കയുണ്ട്. ഇനിയിപ്പം റംസാനാണ് വരുന്നത്. റംസാനും പിന്നെ എല്ലാവർക്കും ഒരു ആവശ്യമുള്ള സാധനമാണ് നാരങ്ങ. അതുകൊണ്ട് അത് പിന്നെ ഒന്ന് വില കാണുന്നില്ലൊരു ആഗ്രഹം നമുക്കുണ്ട്. വില കൂടിയതോടെ ചെറുകിട കൂൾബാറുകളിൽ നാരങ്ങ ഉപയോഗിച്ചുള്ള ഇനങ്ങൾ മെനുവിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതോടെ ഇവ ഉപയോഗിച്ചുള്ള ദാഹശമനികൾക്കും വില കൂട്ടിയിരിക്കുകയാണ് കച്ചവടക്കാർ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. മലപ്പുറം അടക്കം 3 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മലപ്പുറം ജില്ല ഉൾപ്പെടെ 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഇടുക്കി, വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ചില സമയങ്ങളിൽ രാത്രി വൈകിയും ഇത് തുടർന്നേക്കാം. ഇത്തരം ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സി മമ്മൂട്ടി MLAക്ക് UDF വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹാദരവ്. പരിയാപുരം ALP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ട് കാലം തിരൂരിന്റെ ജനകീയ നായകത്വം ഏറ്റെടുത്ത വികസന പെരുമഴ തീർത്ത സി മമ്മൂട്ടി MLAക്കാണ് UDF വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി സ്നേഹാദരം ഒരുക്കിയത്. പരിയാപുരം ALP സ്കൂളിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. നീണ്ട 10 വർഷം 2011 അദ്ദേഹം വന്ന് നമുക്കറിയാം. അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായിരുന്ന വലിയ ആരോപണങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിച്ചത്. അദ്ദേഹം വയനാട് ജനമിറങ്ങി വരുന്ന ഒരാളാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടുകാരൻ അന്ന് സിറ്റിംഗ് MLA സഖാവ് അബ്ദുൽ കുട്ടി സാഹിബാണ്. അതുകൊണ്ട് വയനാട്ടുകാരനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയും LDFും വലിയ പ്രചരണം അഴിച്ചുവിട്ടു ആ തിരഞ്ഞെടുപ്പിൽ 2011. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് പ്രിയപ്പെട്ട സി മമ്മൂട്ടി സാഹിബ് 22,000 വോട്ടിൽ ആ തിരഞ്ഞെടുപ്പ് വിജയിച്ചു. 2016 അദ്ദേഹം വീണ്ടും മത്സരിച്ചു. വീണ്ടും അദ്ദേഹത്തെ തിരൂരിലെ ജനങ്ങൾ MLA ആക്കി. ഞാൻ പറഞ്ഞ 2011 മുതൽ 10 വർഷക്കാലം വളരെ അടുത്ത് നിങ്ങൾ ഇടപഴകിയും ദിവസവും മിക്കവാറും ദിവസം ഫോണിൽ സംസാരിച്ചും കാര്യങ്ങൾ ചർച്ച ചെയ്തും ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന സ്വമേധയാ മാറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്നതിലേക്ക് അദ്ദേഹം മാറി നിൽക്കേണ്ടത്. പരിയാപുരം ഭാഗത്തു നിന്നും MLA ആനയിച്ചാണ് ചടങ്ങിലേക്ക് എത്തിച്ചത്. CP മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. വെട്ടം ആലിക്കോയ തിരു മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, പന്ത്രളി മുഹമ്മദ് അലി, P രാമചന്ദ്രൻ, P സൈനുദ്ദീൻ, യാസർ, CMT ബാവ, NT വാസു, അലിക്കുട്ടി മുക്കാട്ടിൽ, അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാമ്പത്തികമായ നേട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്ന ആഗ്രഹമോ വെച്ച് നീങ്ങേണ്ടതല്ല. ഇവിടെ ചെയ്യുന്നതിന്റെ പ്രതിഫലം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മറ്റൊരു ലോകത്തും ഈ ലോകത്തും ദൈവത്തിന് നൽകാൻ കഴിയും. ഇനിയും തിരൂർക്കാർ എപ്പോൾ വിളിച്ചാലും സാധ്യമാകുന്ന എല്ലാ സഹായവും അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നിൽ നിന്നും തീർച്ചയായും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനൊന്ന് നന്ദി കെട്ടവനായിരിക്കും എന്ന് ഉറപ്പുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് വാക്ക് നൽകുകയാണ്. എന്നും നിങ്ങളുടെ വിളിക്ക് ഉത്തരമായി ഞാൻ എന്നും ഒരു പ്രവർത്തകൻ എന്ന പൊതുപ്രവർത്തകൻ നിലക്കുണ്ടാകും. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കയറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും കയറ്റം മാത്രം ആഗ്രഹിക്കുകയും ഇറക്കമില്ല എന്ന്. ഞാൻ 15 വർഷം MLA ആയി നിസ്സാരമാണോ? എത്രയെത്ര ആയിരക്കണക്കിന് ആളുകൾ ഈ സ്ഥാനത്തേക്ക് വരാൻ കാത്തിരിക്കുന്നു. നമ്മൾ തടസ്സമായി നിൽക്കാൻ പാടില്ല. നമ്മൾ മാറിക്കൊടുക്കണം.
മാറിക്കൊടുക്കുമ്പോഴേ പുതിയൊരാൾക്ക് വരാൻ കഴിയുള്ളൂ. പുതിയൊരാൾ വന്നാൽ കൂടുതൽ കാര്യം ചെയ്യാൻ കഴിയും. അവർ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടാകും. അവരുടെ വ്യക്തി വികാസത്തിലൂടെ കാഴ്ചപ്പാടിലൂടെ നാടിന് ഒരുപാട് ചെയ്യാൻ കഴിയും. അങ്ങനെ മാറി മാറി വരുന്ന പുതിയ പുതിയ യുവരക്തത്തിന് അതിന് പ്രാതിനിധ്യം കൊടുത്താൽ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. അപ്പോഴാണ് നാടിന്റെ പൂർണ്ണത ഈ നാടിന്റെ വികസനത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്പ്ര AUP സ്കൂളിൽ 1988-89 അധ്യയന വർഷത്തിൽ 7ാം തരം പൂർത്തിയാക്കിയ സഹപാഠികൾ ഒത്തുകൂടി. ബാലപാഠം എന്ന പേരിലൊരുക്കിയ സംഗമം സ്കൂൾ മാനേജർ ലത്തീഫ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു. 1988-89 ചെമ്പ്ര AUP സ്കൂളിൽ നിന്നും 7ാം തരത്തിൽ അധ്യയനം പൂർത്തിയാക്കിയ സഹപാഠികളാണ് 30 വർഷത്തിനു ശേഷം വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുകൂടിയത്. ബാലപാഠം എന്ന പേരിലൊരുക്കിയ സംഗമം സ്കൂൾ മാനേജർ ലത്തീഫ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് ഇവിടെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് 50-ലേറെ കുട്ടികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടികൾ എല്ലാവരും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, അങ്ങനെ തന്നെ പറയാം, പല ജോലികളിൽ ഏർപ്പെട്ട് പല മേഖലകളിൽ ജീവിക്കുകയാണ്. ഇക്കാലയളവിൽ വിട പറഞ്ഞ 2 സഹപാഠികൾ ഓർമ്മകൾക്ക് മുന്നിൽ മൗനപ്രാർത്ഥനയോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി, അധ്യാപകരായ അലി, പ്രവീൺ കൊള്ളാഞ്ചേരി, അനൂപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. മൻസൂർ മൂപ്പൻ അധ്യക്ഷനായിരുന്നു. പി സുബൈർ സ്വാഗതവും നബീല മാടമ്പാട്ട നന്ദിയും പറഞ്ഞു. 2022 മാർച്ചിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും കുടുംബസമേതം പങ്കെടുപ്പിച്ച് മെഗാ സംഗമം നടത്താനും തീരുമാനിച്ചു. കുറ്റിപ്പുറം ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മെഹന്തി മത്സരം സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ നടന്ന മത്സരത്തിൽ 60ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. കുറ്റിപ്പുറം ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മെഹന്തി മത്സരം സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ നടന്ന മത്സരത്തിൽ 60-ലധികം പേർ പങ്കെടുത്തു. മത്സരത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മെഹർബാൻ വളാഞ്ചേരി, നസീഫ കടാമ്പുഴ, അഭിരാമി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഒന്നാം സമ്മാനമായി ഡയമണ്ട് റിംഗും 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും നൽകി. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ അലവിക്കുട്ടി ഹാജി, ഭാര്യ സെക്കീന എന്നിവർ ചേർന്ന വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് ഈ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എന്നും ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് നമസ്കാരം. ചടങ്ങിൽ കുറ്റിപ്പുറം ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രാഞ്ച് പാർട്ണർ വാജിദ് KP, ഷോറൂം മാനേജർ ദാവൂദ് CC തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച തിരൂർ AAK മാളിൽ തിരൂർ ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ വനിതാ യൂട്യൂബേഴ്സിനുള്ള അവാർഡിന് അർഹരായ ഖദീജ, ഖൈർനിസ, മഷ്റൂഫ തുടങ്ങിയവർക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റമദാന് ചൊവ്വാഴ്ച തുടക്കം. സംസ്ഥാനത്ത് നിന്ന് 5692 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,417 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജില്ലയിൽ തിങ്കളാഴ്ച 612 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 596 പേർക്കും 15 പേർക്ക് ഉറവിടം അറിയാതെയുമാണ് രോഗബാധ. കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.